ഗാർസീനിയ പരിനിയാന ബട്ടൺ മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിൻ്റെ ഒരു നല്ല വെറൈറ്റി ആയിട്ടാണ് സാധനം അറിയപ്പെടുന്നത്. മാംഗോസ്റ്റിൻ കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ മാംഗോസ്റ്റിൻ കഴിഞ്ഞാൽ അടുത്ത ലെവലാണ് ഈ വരുന്നത്. ഗാർസീനിയ പരിനിയാന മൂന്നാമത്തെ വർഷം അത് കഴിക്കുന്നത്. ബട്ടൺ മാംഗോസ്റ്റിൻ കുറേ കായുണ്ട്. ടേസ്റ്റുള്ള ഒരു പഴഞ്ചെടിയാണ്. ഇതൊരു എൻ്റെ ലീഫിലേക്ക് ഇട്ടേക്കണം. ഭംഗിയുള്ള ഒരു ലീഫാണ്. നമ്മളിതിൻ്റെ ഗ്രാഫ്റ്റുകൾ അത്യാവശ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നാം വർഷമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഗാർസീനിയ പരിനിയാന. ഇവിടെ ബട്ടൺ മാംഗോസ്റ്റിൻ കണ്ടില്ലേ? ശരിക്കും ബട്ടൺസ് പോലെ തന്നെ ചെറിയ ഇതാണ്, ആയി വരുന്നേ ഉള്ളൂ. ധാരാളം പഴങ്ങളുണ്ട്. ബട്ടൺ മാംഗോസ്റ്റിൻ നമ്മൾ കുഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതിൽ ധാരാളം കായ്കളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഇറങ്ങി. കാരണം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഇത് വിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആണും പെണ്ണും ഉണ്ട്. ഈ പ്ലാന്റ്സിന് ആണും പെണ്ണും ഉള്ളതിനാണ് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളാണ് വിൽക്കുന്നത്. പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണെങ്കിൽ 2-ാം വർഷം തൊട്ട് കായ ഉണ്ടാവും. സീഡ്ലിംഗ് ആണെങ്കിൽ അത് നമുക്ക് 6 വർഷമായി ഇത് കായ്ക്കാനെടുത്ത്. ഇതിൽ തന്നെ ധാരാളം പ്ലാന്റുകൾ ഇവിടെ കായ്ക്കാതെയും നിൽപ്പുണ്ട്. ഇപ്പോൾ കായ്ച്ച പ്ലാന്റുകളിൽ നിന്നുള്ള തൈകളാണ് നമ്മൾ ബട്ടൺ മാംഗോസിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത്. ഗാർസീനിയ പരിനിയാന. ഇലകളുടെ വ്യത്യാസം കിട്ടില്ല. സാധാരണ മാംഗോസിനേക്കാളും ഇലകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് ബട്ടൺ മാംഗോസ്. ബട്ടൺസിൻ്റെ ഷേപ്പാണ്.